ഹായ് ഹലോ, ഇന്നൊരു വാട്ടയിറ്റിനിടെയാണ് നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കടയിൽ നിന്നാണ് കേട്ടോ. കാരണം നമ്മളിന്നൊരു യാത്ര പോവാണ്, കേരളത്തിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ അനിയൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് 90 ദിവസം കഴിഞ്ഞു. അപ്പം ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് വരാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെയുള്ള അനന്തപുരി എക്സ്പ്രസ്സിൽ പോകാനായിട്ട് ട്രെയിൻ കാത്തിരിക്കുകയാണ്. കാലത്ത് 8:30 അനന്തപുരി എക്സ്പ്രസ് കുഴുത്തറ സ്റ്റേഷനിലെത്തും. അപ്പം ഞാൻ എപ്പോൾ കേരളത്തിൽ പോയാലും ഈ ട്രെയിനിലാണ് പോകുന്നത്, കാരണം നല്ല ഫാസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ സൈഷേട്ടൻ ഞങ്ങളോട്ട് വരുന്നില്ല കേട്ടോ. ഞങ്ങൾക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് തന്നിട്ട് സൈഷേട്ടൻ ജോലിക്ക് പോയി. അപ്പം ഞങ്ങൾ ഇന്ന് പൊറോട്ടയും മുട്ടക്കറിയും വടയുമാണ് മേടിച്ചത്. അപ്പോൾ അബിക്കുട്ടൻ കാപ്പി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു. ശനിയാഴ്ചയാണ് പോകുന്നത് കേട്ടോ. ഞായറാഴ്ചയാണ് നാത്തൂനെ കൂട്ടിയിട്ട് വരുന്ന ദിവസം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം വരാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. കാരണം തിങ്കളാഴ്ച അബിക്കുട്ടന് സ്കൂളിൽ പോകണം. മുമ്പായിരുന്നെങ്കിൽ അബിക്കുട്ട അങ്കമാടി പോയ സമയത്ത് ഞാൻ വീട്ടിൽ പോയാൽ ഒരാഴ്ച കഴിഞ്ഞ വീട്ടിലൊക്കെ നിന്നിട്ട് തിരികെ വരാറുള്ളൂ. അപ്പം ഞങ്ങളൊരു 11 മണിയായപ്പോൾ ഞങ്ങളുടെ സ്റ്റോപ്പായ പരൂർ സ്റ്റേഷനിൽ ഇറങ്ങി. ഈ ട്രെയിൻ ഇനി കൊല്ലം വരെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ നടക്കുവാണ് റോഡിലേക്ക്. അപ്പോൾ നമ്മുടെ അനിയൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനിയൻ വന്നു. ഞങ്ങളെ ബൈക്കിൽ കയറി വേഗം വീട്ടിലേക്ക് ചെന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമായിരുന്നു. അപ്പവും ചമ്മന്തിപ്പൊടിയായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരപ്പം എടുത്ത് കഴിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് മീൻ വീട്ടിൽ കിട്ടിയത് ചൂരമീനാണ് കേട്ടോ. അത് വറുത്തരച്ചാണ് വെച്ചിരുന്നത്. ഇളയ അനിയൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു വീട്ടിൽ, അയാളാണ് എല്ലാം വെക്കുന്നത്. അപ്പോൾ മീൻ വറുത്തം ഉണ്ടായിരുന്നു, മോരേറി ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. കേരളത്തിലിപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ചക്ക ഡെയിലി വീട്ടിൽ എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂട്ടി നല്ലവണ്ണം ചോറ് കഴിച്ചു. ചോറ് കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം കിട്ടും കേട്ടോ. നമ്മുടെ വീട്ടിലല്ലേ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായക്ക് നമുക്ക് മിച്ചറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ. ടാറ്റാ.